ചായക്കായി കൂട്ടിയിടിച്ചട്ടോ ഇതൊക്കെ ഇന്ന് വിൽക്കും. അതൊക്കെ 1.10 1.90 പല റേറ്റിന്റെ ഉണ്ട്. തൂക്കം നമ്മള് കേടി വെച്ചൊക്കെ ഒരു കിൻഡല് കൂട്ടിയാൽ മതി. സാധനം നന്നാവും. വില ഏറിയിട്ട് സാധനം എടുത്ത് തിന്നുമ്പോ ആശുപത്രിക്ക് പോകണ്ട. മറ്റേത് കോവിയാരി ഇതിപ്പോ ഒരു 10 വയസ്സായപ്പോ തുടച്ച് തീർപ്പാടാ. വഴക്കുണ്ട്. നമ്മളറിയാത്ത ആളും നമ്മൾ പോകാത്ത ചന്തയൊന്നുമില്ല. കന്നൊരു കാലത്ത് തൊളിച്ചു പോയിന് മഞ്ചേരി ചന്തയിൽ. അന്നൊക്കെ ആകെ 3-4 കന്നുകളൊക്കെ ഉണ്ടാവും. അത് 2 കൂടി ഓരോ അതൊരു കുറെ മാറ്റം. വിളക്കന്റെ മൂടെ ഞാൻ പറഞ്ഞു കൊടുത്തതാ. അത് കൊണ്ടേക്കോളി. തൽക്കാലം വണ്ടി വിടാൻ നോക്കി. ചായ കുടിച്ചോളി. കുഞ്ഞാക്ക. എവിടെ സ്ഥലം? പൂക്കുട്ടുംപാടം. പോത്തച്ചോടായിട്ട് എത്ര കാലമായിട്ടും? കൊറേ കൊല്ലം 10 കൊല്ലം വരും. എക്സ്പീരിയൻസ് ഇല്ലാതെ വലിയ മാറ്റം വിലക്ക്. വലിയ വില പറഞ്ഞപ്പോ അതിന്റെ ഡബിൾ കൊടുക്കണം. എവിടുന്ന കന്നെടുക്കല്? അത് വാണിയംകുളത്ത് എടുക്കും, മൈസൂരിൽ നിന്ന് എടുക്കും, ഉണ്ടൽപേട്ടിൽ നിന്ന് എടുക്കും, നാട്ടിൽ നിന്നൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ കണക്കൊന്നുമില്ല. കിട്ടുന്നിടത്തുനിന്നൊക്കെ എടുക്കും. ഓല് പറഞ്ഞതിന്റെ മേലേക്ക് കൊടുത്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോ നഷ്ടാണേക്കാരൻ, ചിലപ്പോ ലാഭമാണേക്കാരൻ. കച്ചവടല്ലേ. പിന്നപ്പോ ഇത് ചെയ്ത് ചെയ്യാലായപ്പോഴേ അതിമെന്താണ്ട് ഒഴിവാക്കാൻ പറ്റൂല എഴുതിയിട്ടാണ്. അല്ലപ്പോ ഇതൊക്കെ നിർത്തേണ്ട കാലം ഇരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ആൾക്കാരെ കാണാനൊരു കാര്യമാണ്. കുടിക്കാരും തെരഞ്ഞു വരൂലല്ലോ. നമ്മ കണ്ടു പോകാനും പറ്റൂല. ഇപ്പൊ ഇവരൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം. ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മളിഞ്ഞിപ്പോ മരിക്കുകയാണെങ്കിലേ കുഞ്ഞാക്ക മരിച്ചോലോ എന്ന് പേപ്പറിൽ കാണുമ്പോൾ അറിയും. മറ്റേ പോലും കുഞ്ഞാക്ക ബന്ധം പുലർത്താൻ. അതിപ്പോ കായല്ല കൂടുതൽ. പൈസ എന്നല്ലെങ്കിൽ നാളുണ്ടാവും. വാവിനുണ്ടായ മാതിരി ഒന്നുമില്ലാത്ത വാവുണ്ടാക്കിയില്ല പൈസ. അതൊക്കെ പറിച്ചം കൊടുക്കണം. അതൊന്നും ഇപ്പൊ നമ്മള് തുനിയുന്നില്ല. പൈസ എന്നല്ലെങ്കിൽ നാളെ വരും. വിരുന്നേരനല്ലേ. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയായിക്കോളും. ഇതിപ്പോ ഒരു 10 വയസ്സായപ്പോ തുടച്ച് തീർപ്പാടാ. വഴക്കുണ്ട്. നമ്മളറിയാത്ത ആളും നമ്മൾ പോകാത്ത ചന്തയൊന്നുമില്ല. കന്നൊരു കാലത്ത് തൊളിച്ചു പോയിന് മഞ്ചേരി ചന്തയിൽ. അന്നൊക്കെ ആകെ 3-4 കന്നുകളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോ കമ്മിയാ 3 ഉള്ളൂ. മതിയല്ലോ. എന്നാലും കിട്ടും 50,000 റുപ്യ. ഒരാവശ്യം നടക്കല് വേണ്ടി. കായ് കൂടുതൽ കണ്ടിട്ട് കൊടുക്കും. ഇതിപ്പോ 3.5 നമ്മളെ മതിപ്പ്. ചെലവില് 4 വഹിച്ചും ചെലവില് 2 വഹിച്ചും. 2നെ കൂട്ടാൻ പറ്റും, 3നും കൂട്ടാൻ. ആ പോലെ സൗകര്യം പോലെ മതിച്ചു. മതിപ്പിന് ഇതിപ്പോ മുതലും. ഒരാള് വന്നുകാണ്ട് പറഞ്ഞിട്ട് 2 കിൻഡലുള്ളൂ പറഞ്ഞാല് ആയിക്കോട്ടെ, നമ്മള് എതിർക്കൂല. ഓരോ പറയുന്നതിന് സമ്മതിച്ചില്ല. അത് കൊടുക്കാനതോ ആർക്കെങ്കിലും മാണ്ടിട്ടോ. ഇപ്പൊ നമ്മള് കൊടുക്കുകയാണെങ്കിൽ ഒരു 1.10 ഇട്ടിയപ്പ കൊടുക്കും. ഈ പോട്ട് കൊടുക്കൂല. 55 റുപ്യ ചോദ്യം. അതിലേറെയൊക്കെ ചോദിച്ചു. അപ്പൊ കിട്ടിയാണ് കൊടുക്കും. ഇരുന്നൊക്കെ വളർത്തുന്നവർക്ക് 1.25 വിൽക്കാം. ഞമ്മക്ക് 1.10 കിട്ടുള്ളൂ. 25 റുപ്യ കിട്ടും 2-3 മാസം. ഇങ്ങനെയൊക്കെയാണ് ഏർപ്പാടുകൾ. ആയിപ്പെട്ട തന്നെയാണോ ഇവിടെ കമ്പനിയിലെ. ഏത് മതിയാലോ നമുക്ക് വിൽക്കാല്ലേ. ഇൻഷാ അല്ലാഹ് റെഡി ആട്ടെ. അടുത്ത് നമുക്കേ ചായക്കായി കൂട്ടിയിടിച്ചട്ടോ ഇതൊക്കെ ഇന്ന് വിൽക്കും. അതൊക്കെ 1.10 1.90 പല റേറ്റിന്റെ ഉണ്ട്. തൂക്കം നമ്മള് കേടി വെച്ചൊക്കെയാണ് ഒരു കിൻഡല് കൂട്ടിയാൽ മതി. സാധനം നന്നാവും. വില ഏറിയിട്ട്
സാധനം എടുത്ത് തിന്നുമ്പോൾ എന്തോ ആശുപത്രിക്ക് പോകണ്ട, മറ്റേത് കോവിയാരി ഡോക്ടർ മുനീറിനൊക്കെ കാണാൻ പോണ്ടി വരും. ഇതിപ്പോ ആ കേസ് വരൂല, വയറ് കളിച്ചു കൊണ്ട് ചാവൂല. ഇറച്ചി ചിലപ്പോ അത് 2.20 2 കിട്ടും, പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല, ഇറച്ചിയാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് പോയിട്ട്. അതിപ്പോ ചോദ്യം 30 കച്ചവടം വരുമ്പോ എന്തേലുമൊക്കെ കുറയും. ഈ കാക്കാനായിട്ട് കാണില്ല പോത്തളെ കൊണ്ട് കാക്കാനേ ആട്ടെ. ഇത് കൊണ്ടേക്ക് വേണമെങ്കിൽ കൂടുതൽ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. എനക്ക് 10,000 വണ്ടിയെ കൊണ്ടേക്കോ. ഇത് വിൽക്കാൻ നോക്കിയാ ഇത് നമ്മളെ ആളാണ്, അതുകൊണ്ടാ പോയി പറയുന്നത്. അല്ലല്ലോ, ആള് സാറാ നമ്മളൊപ്പം പോരലുണ്ട് വണ്ടി. അപ്പൊ കള്ളനൊന്നല്ല, നല്ലോനാണ്. പക്ഷെ എന്താ ഓനൊരു മോശം പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെ പറയണത്. ആ ഇത് പിന്നെ മോശം വരുന്ന സാധനല്ല. നമ്മള് ഇത് വിൽക്കണ കാലത്തെ അവിടെ പാമ്പ് 20 ഇറങ്ങി 30 ഇറങ്ങി കണ്ടി അതൊരു കുറെ മാറ്റം. ഇയാളെ മൂടെ ഞാൻ പറഞ്ഞു കൊടുത്തല, അത് കൊണ്ടേക്കോളി. തൽക്കാലം വണ്ടി വിടാൻ നോക്കി കുടിച്ചോളി. അന്റെ ഇത് വേണ്ടേ? 95 26 098 041. എപ്പോ വിളിച്ചാലും 95 26 098 041. ആ ലാസ്റ്റ് എവിടേക്ക് വേണമെങ്കിലും വിളിച്ചു. മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് അബുദാബിക്ക് വിളിച്ചാലുണ്ടാവും. അതുണ്ടാവും. വണ്ടി കയറ്റി വിടും, നമ്മള് വേക്ക് പോവും, പോയതവിടെ ഇറക്കും, കെട്ടും. ഓന് വരുമ്പോ ഓല ഇല്ലറ കൊടുത്ത് പിരി. അങ്ങനെയൊക്കെയാണ് വിഷയം. ഇറച്ചി പരിപാടി ഇപ്പൊ എല്ലാതില്ലേ, അത് നിർത്തിയതാ. സാധനം വേണമെങ്കിൽ പറഞ്ഞോണ്ടി, ഏതുവാണെങ്കിലും തൂക്കത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഏത് അന്തിലെ ഒലിക്ക് വരണ്ടേ വെച്ചെങ്കിൽ അവർക്ക് വരാൻ പറഞ്ഞാൽ മതി. ചട്ടിപ്പറമ്പക്കോ മഞ്ചേരിക്കോ എടക്കരക്കോ എവിടെ വന്നാലും ഉണ്ടാവും. പാണ്ടിക്കാട്ടേക്ക് വരണ്ട കേട്ടോ, പാണ്ടിക്കാട് ഇപ്പൊ ചന്തല്ല, ക്ഷീണാണ്. അവിടെ കന്ന് വരുന്നില്ല. ഒക്കെ കൊടുത്തിട്ടേ പേടിച്ചണ്ട്. ഇജ്ജെന്തിനെ പേടിച്ചിന്? ശരി, കന്ന് വിളിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചണ്ടേ, അപ്പൊ ഇത് കൊടുക്കണ്ടേ? ഇത് ധൈര്യമായിട്ട് കൊടുത്തോ. ഒരാളെ പേടിച്ചണ്ട. കാൽ ചേന്റെ കായ് ആർക്കും കൊടുക്കല്ലേ നമ്മള്. ഒരാള് നമുക്ക് തരാനുമില്ല. പിന്നെന്താ നമ്മളെ അത്രയുള്ളൂ. ഒളിഞ്ഞു മാറി കൊടുക്കണീനല്ല നമ്പർ കൊടുക്കാക്കണ്ടേ. ഏത് സുൽത്താനും കൊടുത്തോ. അല്ല ഓൻ പൈസ തരാണ്ട്, അല്ലെ അയാൾക്ക് കൊടുക്കാണ്ടെന്ന് ആരും പറയാ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാം. ഓക്കെ എന്നാ.